ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു കപ്പയില്ലേ, ഞാൻ എന്താ പറയുക, ഇതിന് കൊള്ളിക്കപ്പ അങ്ങനെ എന്തോ ആണ് ഇതിന് പേര് പറയുക. ഇതൊന്ന് വറക്കണം നമുക്ക്. അതിന് വേണ്ടി ഞാൻ നേർങ്ങനെ നമ്മളെ ചക്കച്ചോള ആക്കിയ പോലെ ആക്കിയിട്ടാണുള്ളത്. ഇതിനെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ആവിയിലൊന്ന് വേവിച്ചിട്ടാണ് വറുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കപ്പക്കുള്ള ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പെരക്കിയിട്ട് ആക്കുന്നതാണ്. ഒന്ന് വേവിച്ചെടുക്കുക. ഉപ്പിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടട്ടെ. എന്നിട്ടാണ് ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ആവശ്യത്തിന് മുളക് ഇട്ട് എല്ലാം ഒന്ന് പെരക്കിയെടുക്കുക. എന്നിട്ട് ഇനി ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് വെക്കുക. ഒന്ന് അധികം വേവണ്ട, ഒന്ന് വെറുതെ ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കുക. ഇതാണ് പരിപാടി. ഇത് നമുക്ക് പീടികയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് സാധനം. അപ്പോൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് പൊടി വേണ്ടിക്കില്ല, ഇനിയും ഇട്ട് കൊടുത്തിട്ട് ഒരു കുലുക്കൽ കുലുക്കിയിട്ടെടുക്കും. അവരങ്ങനെയും ചെയ്യും. ഇതാണ് പരിപാടി. അപ്പോൾ ഇത് എല്ലാം ഉപ്പും മുളകും എല്ലാം ഇതിന് പിടിക്കുമല്ലോ ഈ കപ്പ ഒന്ന് വാടുമ്പോഴത്തേക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ആവിക്ക് വെക്കാം. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഒന്ന് ആവി കയറ്റിയതിൻ്റെ ശേഷം അപ്പോൾ തീ ഓഫാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ആറ്റാൻ വെക്കാം. എന്നിട്ട് എണ്ണയിൽ വറുത്തിട്ട് വരാം. ഇതാണ് പരിപാടി. ഞാൻ ഊറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടായി, വെള്ളം വേണ്ട. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഓക്കെ, അടച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് ആവട്ടെ. ഇപ്പോൾ ഗൈസ് ഇതാ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നതാണ്. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റുമല്ല, ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ആക്കിയിട്ടല്ലേ ഇതാ, കണ്ടില്ല? ഇതാണ് പരിപാടി. ഇനി ഇത് ആറിയിട്ടാകുമ്പോൾ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. കണ്ടില്ലേ? അപ്പോൾ ഇതിന് മഞ്ഞളും മുളകും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് പരിപാടി. അതിനാണ് ഇങ്ങനെ ആക്കിയത്. ഇല്ലെങ്കിലും ആക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ആക്കുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ നല്ല പൊരിഞ്ഞ് വന്ന പോലെ ഉണ്ടാവും. നമ്മൾ ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയാണ് നമുക്ക് വറുത്ത് കോരിയിട്ട് എടുക്കേണ്ടതില്ല. കണ്ടല്ലോ, ഇതൊന്ന് ലേശം തണിയണം. അതിൻ്റെ ശേഷം ഇല്ലെങ്കിൽ എണ്ണയിൽ നനഞ്ഞ പോലെ ആയിട്ട് ഇടുമ്പോൾ എന്താ പോലെ ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് കോരിയിട്ടിട്ട് കാണിച്ചു തരാം. എല്ലാം ഞാൻ എടുത്തു. ഇനി ഒന്നുമേ ഇല്ല, എല്ലാം റെഡിയായി. അപ്പോൾ ഗൈസ്, ഞാനിതാ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാലോ. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ കാഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരി എടുക്കാം.
സൈഡിലേക്ക് ആക്കി വെക്കട്ടെ, ഇല്ലേ തട്ടിപ്പോയിട്ട് മൊത്തത്തിൽ മറിയും. അങ്ങനെയുണ്ടൊരു കുഴപ്പം. ഒന്ന് നമുക്ക് വെളിച്ചെണ്ണ കാഞ്ഞോ എന്നുള്ളതിനൊന്ന് ഇട്ട് നോക്കിയാലോ. ആവുന്നുണ്ട്. അപ്പം ഞാൻ ഇടുന്നുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് പരിപാടി. മുളക് ഇതിലും കൂടുതൽ വേണ്ടവർക്ക് നമുക്കിത് വറുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്തിട്ട് കുറേശ്ശെ മുളക് പൊടിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അല്ല, ഇത് മാത്രം മതിയെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. എന്താ വെച്ചാൽ ആവശ്യത്തിന് ഉപ്പെല്ലാം അതിന് പിടിച്ചതാണല്ലോ. ഹലോ ഗൈസ്, ഇതായി. അപ്പം ഞാനിത് വാങ്ങുന്നുണ്ട്. ഇതേപോലെ നമുക്കെല്ലാം ഇട്ടിട്ട് വാങ്ങി വെക്കാം. ഇത് കുറച്ച് നേരെ പിടിക്കുവാൻ. എന്താ വെച്ചാൽ ഒന്ന് വാട്ടിയിട്ടെടുത്തതല്ലേ, അതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇതാന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി കണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ നല്ല അടിപൊളി സാധനമാണെന്ന്. അപ്പോൾ പിന്നെ ഇത് തിന്നുമ്പോൾ പറയേ വേണ്ട, അടിപൊളി തന്നെയാണ് ഗൈസ്. അപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എല്ലാം ആയിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കാണാൻ. അപ്പോൾ അതാണ് നല്ലത്. ആയിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനിതെല്ലാം ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. കണ്ട, എല്ലാം കൂടി ഞാൻ ഒന്നായിട്ട് ഇട്ടിട്ടാക്കും. ഇതിന് 2-3 പ്രാവശ്യമൊന്നും ആക്കാൻ തന്നിട്ടില്ല ഗൈസ്. എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ ഇടുക. ഇത് നേരം കുറേ ആവണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇതാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഗൈസ്. എൻ്റെ കപ്പക്കൊള്ളി വറുക്കൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കിട്ടി കപ്പക്കൊള്ളി വറുത്തത് ഇങ്ങനെയാണ് ഉള്ളത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ആണിത്. കപ്പക്കൊള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനി എന്ന് വിചാരിക്കുന്നു ഗൈസ്. കണ്ടല്ലോ, ഇതാണ് എൻ്റെ കപ്പക്കൊള്ളി വറുത്തത്. അപ്പോൾ ബൈ. ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണാം.